ഫസ്റ്റ് ഓൺ റിപ്പോർട്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് നേരത്തെ സജ്ജമാകാൻ UDF. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്താൻ ആലോചന. ഫെബ്രുവരിയിൽ തന്നെ സ്ഥാനാർത്ഥികളെ കളത്തിലിറക്കാനാണ് UDF ശ്രമിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് പിന്നാലെ സീറ്റ് വിഭജന നടപടികളിലേക്ക് കടക്കാനാണ് ആലോചന. ആർ റോഷിപാൽ, ഗുഡ് ഈവനിംഗ്. ഇപ്പോൾ BJPയുടെ ഒരു സ്ഥാനാർത്ഥി പട്ടിക സംബന്ധിച്ചുള്ള ആലോചനകൾ നമ്മൾ കഴിഞ്ഞ ദിവസം അത് പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നു. UDF ഇത്തവണ അധികാരം പിടിക്കുക 2026 100+ ആണ് VD സതീശൻ വെല്ലുവിളിച്ചുകൊണ്ട് പറഞ്ഞിരിക്കുന്നത്. അതിലേക്ക് എത്താൻ സ്ഥാനാർത്ഥികളെ നേരത്തെ കളത്തിലിറക്കുകയാണോ? സുജയ പാർവതി, UDFനെ സംബന്ധിച്ചിടത്തോളം 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് അതിനിർണായകമാണ്. 100 സീറ്റ് ലക്ഷ്യം വെച്ചിട്ടുള്ള പ്രവർത്തനങ്ങളാണ് UDF നടത്തുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ തൊട്ടു പിന്നാലെ തന്നെ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്ക് കടക്കാനാണ് UDF തീരുമാനിച്ചത്. മാത്രവുമല്ല, ഈ തവണ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് വളരെ നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെ മണ്ഡലത്തിൽ പ്രചാരണത്തിനിറക്കാനുള്ള തീരുമാനവും എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി ഫെബ്രുവരിയിലെങ്കിലും സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാനുള്ള ഒരു ആലോചനയാണ് കോൺഗ്രസിനകത്ത്, പ്രത്യേകിച്ച് UDFലെ ഓരോ ഘടകകക്ഷികൾക്കകത്തും നടക്കുന്നത്. കാരണം ഈ തവണത്തെ തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷം ഉണ്ടാക്കി അധികാരം പിടിക്കുക എന്നതാണ് UDFന് ഏറ്റവും നിർണായകമായ ആ തെരഞ്ഞെടുപ്പിലേക്കുള്ള ആലോചനകൾ. തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ടു പിന്നാലെ നടത്തുമെന്നതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. മാത്രവുമല്ല, വിജയസാധ്യത ഉൾപ്പെടെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള സീറ്റ് വിഭജനത്തിലേക്ക്, സീറ്റ് ചർച്ചകളിലേക്കും പോകും. കോൺഗ്രസും മുസ്ലിം ലീഗ് അടക്കമുള്ള എല്ലാ ഘടകകക്ഷികളും കൃത്യമായി തർക്കങ്ങളില്ലാതെ സീറ്റ് വിഭജനം എന്ന ആ പ്രധാന കടമ്പ പൂർത്തിയാക്കാനുള്ള തയ്യാറെടുപ്പാണ്. സാധാരണ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെയാണ് സീറ്റ് വിഭജന ചർച്ചയും കോൺഗ്രസ് ഇത്തവണ സ്ഥിരമുഖങ്ങളെയൊക്കെ ഒന്ന് മാറ്റി പരീക്ഷിക്കാൻ, കൂടുതൽ പൊതുസമ്മതരായ ആളുകളെ ഇറക്കാനൊക്കെ ആലോചനകൾ നടത്തുന്നുണ്ട് എന്ന് ഡൽഹി ചർച്ചകളിലൊക്കെ കേൾക്കുന്നുണ്ട്. അതിൽ വാസ്തവമുണ്ടോ? സുജയ, അങ്ങനെ പൊതുസ്വീകാര്യതയുള്ള നേതാക്കളെയൊക്കെ കളത്തിലിറക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ള ചർച്ചകൾ കോൺഗ്രസിനകത്ത് നടക്കുന്നുണ്ട്. അനൗദ്യോഗിക ചർച്ചകളാണ്. കാരണം ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും അതിൻ്റെ ചർച്ചകളും പുനഃസംഘടനാ ചർച്ചകളും ഒക്കെയാണ് നടക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ മാത്രമേ നിയമസഭാ സീറ്റുമായി ബന്ധപ്പെട്ട സ്ഥാനാർത്ഥി നിർണയം അടക്കമുള്ള ചർച്ചകളിലേക്ക് കടക്കുകയുള്ളൂ. ഏതായാലും നേതാക്കളുടെ മനസ്സുകളിൽ അങ്ങനെ ചില ധാരണകളുണ്ട്. പ്രധാനപ്പെട്ട ജനസമ്മതിയുള്ള പൊതുസ്വീകാര്യതയുള്ള പല നേതാക്കളും അവരെയൊക്കെ കളത്തിലിറക്കി ഈ തവണ പരമാവധി സീറ്റ് പിടിക്കുക എന്നതാണ്. ഓരോ സീറ്റിലും പലതവണയായി മത്സരിച്ച് നേരിയ മാർജിനിൽ കൈവിട്ടുപോയ മണ്ഡലങ്ങളുണ്ട്. ആ മണ്ഡലമൊക്കെ തിരിച്ചു പിടിക്കാൻ പറ്റുന്ന നേതാക്കൾ ആരൊക്കെയാണെന്ന് മനസ്സിലാക്കി അവരെ കളത്തിലിറക്കാനുള്ള തീരുമാനത്തിലേക്കൊക്കെ കോൺഗ്രസ് പോകാൻ സാധ്യതയുണ്ട്. കാരണം അത്രയും പ്രധാനപ്പെട്ടതാണ് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ്. അത് UDFനെ സംബന്ധിച്ചിടത്തോളം ആ പ്രാധാന്യം മനസ്സിലാക്കി തന്നെയാണ് ഈ തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ടു പിന്നാലെ സീറ്റ് വിഭജനത്തിലേക്കും സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് മണ്ഡലങ്ങളിൽ സജീവമാവുകയാണ് സ്ഥാനാർത്ഥികൾ. നേരത്തെ ഒരുങ്ങാൻ ഇത്തവണ കളം പിടിച്ച് അധികാരത്തിലെത്താൻ ശ്രമിക്കുകയാണ്. അതിനായിട്ടുള്ള നീക്കങ്ങളാണ് നടക്കുന്നത്. താങ്ക് യു, ആർ റോഷിപാൽ.